ഗായ്സ്, ഇന്ന് എനിക്ക് ജോലിക്ക് പോകുന്ന ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ. ഇന്നലെ രാത്രി ഊജി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇന്ന് രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഞങ്ങൾ ഗ്രീൻ പീസ് കറി കുക്കറിലാണ് ഉണ്ടാക്കണേ. അതാകുമ്പോൾ വേഗം ഉണ്ടാക്കി ഉമ്മച്ചിക്ക് വർക്കിന് പോകണമല്ലോ. അതുകൊണ്ട് ഉമ്മച്ചിക്ക് എല്ലാം വേഗം ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. ഉമ്മച്ചിക്ക് 9:30 ആകുമ്പോൾ പോകും. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പീസ് കറി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഗ്രീൻ പീസിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുകയുള്ളൂ. കാരണം രാത്രി ഫുള്ള് സോക്ക് ചെയ്ത് വെച്ച് ഗ്രീൻ പീസ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പിന്നെ ഉമ്മച്ച ഗ്രീൻ പീസിൽ ആവശ്യമായി ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഉമ്മച്ചിക്ക് ഇച്ചിരി വെള്ളം കുറവാന്ന് തോന്നിയപ്പോൾ ഇച്ചിരി കൂടി വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഉമ്മച്ച കുക്കറൊക്കെ അടച്ച് ഇനി അത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. ഇനി അത് അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ ഇന്ന് രാവിലെ ഗ്രീൻ പീസ് കറി ഇവിടെ ഞങ്ങൾക്ക് പുട്ടാണ് കേട്ടോ. എനിക്ക് കാക്കമാണ് വെള്ളപ്പുട്ട്, ഉമ്മച്ചി ചോളത്തിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പുട്ടിന് ആവശ്യമായ പൊടി ഉമ്മച്ചി പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ആ പുട്ടുപൊടിക്ക് ആവശ്യമായ ഉപ്പ് ഉമ്മച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ആ പുട്ടുപൊടി കുതിരാൻ ആവശ്യത്തിന് വെള്ളം ഉമ്മച്ചി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പുട്ടുപൊടി കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു വെച്ചു. ഇനി അത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അലക്കാനുള്ള തുണി ഉമ്മച്ചി മെഷീനിലേക്ക് ഇടാൻ പോവാണ്. ഉമ്മച്ചി തുണിയൊക്കെ മെഷീനിലേക്ക് ഇട്ടു. മെഷീൻ ഓണാക്കി. ഇനി 15 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കിയാൽ മതി. ആ സമയം കൊണ്ട് ഉമ്മച്ചി താഴത്തേക്ക് ഇറങ്ങിപ്പോയി പുട്ടുണ്ടാക്കാനുള്ള പരിപാടി വെക്കാണ്. നമ്മൾ കുതിർത്ത് വെച്ച പുട്ടുപൊടി ഉമ്മച്ചി മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കാൻ പോവാണ്. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം ഫില്ലാവണ വരെയും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഇച്ചിരി കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പാത്രം അടച്ചു വെച്ച് കുക്കറിൻ്റെ മേളിലേക്ക് വെക്കാണ്. ഇനി ആ പുട്ട് അവിടെ നിന്ന് വെന്തോളും. ആ സമയം കൊണ്ട് ഉമ്മച്ചി എല്ലാ ദിവസവും രാവിലെ ചായ കുടിച്ച് പത്രം വായിക്കാറുണ്ട്. അപ്പോൾ ഉമ്മച്ചി ചായ കുടിച്ച് പത്രം വായിക്കാൻ വേണ്ടി പോയി.
പത്രമൊക്കെ വായിച്ച് കഴിഞ്ഞ് ഉമ്മച്ചി ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ പോയി. ഇന്ന് ഞങ്ങൾക്ക് ബീറ്റ്റൂട്ട് വളർത്തിയതാണ്. അതിനുശേഷം ഉമ്മച്ചി കുളിക്കാൻ പോയി. ഇനി വർക്കിന് പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ്. അങ്ങനെ ഉമ്മച്ചി വർക്കിന് പോകാൻ കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.